Good morning. Our next chapter is the Sale of Goods Act 1932. അപ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് ഇറ്റ് വാസ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ ദ 1st of July 1930. And Indian Sale of Goods Act is enacted mainly following the principles of English Sale of Goods Act 1893. അതായത് എല്ലാ പ്രൊവിഷൻസും, അതായത് മെയിൻലി ഇന്ത്യൻ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറയുന്നത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇറ്റ് ഇസ് ബോറോഡ് ഫ്രം ഇംഗ്ലീഷ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1893. ദെൻ ഇവിടെ പറയുന്നത് the general provisions of contract are also applicable to Sale of Goods Act insofar as they are not consistent with express provisions of Sale of Goods Act എന്നാണ് പറയുന്നത്. അതായത് എല്ലാ പ്രൊവിഷൻസും നമ്മൾ കോൺട്രാക്റ്റിന് പഠിച്ചില്ലേ എന്തൊക്കെ വേണമെന്നുള്ളത്, അതൊക്കെ ഏതിനും ആപ്ലിക്കബിൾ ആണെന്നാണ് പറയുന്നത്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനും ആപ്ലിക്കബിളായി വരുന്നുണ്ട്. പിന്നെ പ്രയർ ടു ദിസ് ആക്ട് ദ ലോ ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് വാസ് കണ്ടെയ്ൻഡ് ഇൻ ചാപ്റ്റർ 7 ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872. അതായത് ശരിക്കും ഈ 1930 ഈ നിയമം വരുന്നതിന് മുന്നേ എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു എന്നാണ് പറയുന്നത്? ചാപ്റ്റർ 7 ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് വെച്ചിട്ടായിരുന്നു എല്ലാ എന്താ പറയുക സെയിൽ ഓഫ് ഗുഡ്സുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും ഉണ്ടായത്. ഇപ്പോഴും അതിൽ ഉണ്ട്. ദ ലോ റിലേറ്റിംഗ് ടു സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഒറിജിനലി കണ്ടെയ്ൻഡ് ഇൻ ചാപ്റ്റർ 7 ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇത് എവിടെയൊക്കെ ബാധകമാണെന്ന് ചോദിച്ചാൽ ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഓൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ എന്നാണ് പറയുന്നത്. എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഹാസ് some features which are not common to all contracts. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കിനി നോക്കണം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോണത് ഗുഡ്സിൻ്റെ ഡെഫിനേഷനാണ്. അപ്പോൾ എന്താണ് ഗുഡ്സ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഗുഡ്സ് ഇൻക്ലൂഡ് എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ ആക്ഷനബിൾ ക്ലെയിം ഓർ മണി എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് ആക്ഷനബിൾ ക്ലെയിം എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അപ്പം എപ്പോഴും ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്, എന്തായിരിക്കും സബ്ജക്റ്റ് മാറ്റർ ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറയുന്നത്? ഗുഡ്സ് ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ഗുഡ്സ് എന്ന് പറയുന്നത് ഈ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് അനുസരിച്ചിട്ട് ഗുഡ്സ് എന്നുള്ളതിൻ്റെ ഡെഫിനേഷനാണ് തന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 7. ഗുഡ്സ് മീൻസ് എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ ആക്ഷനബിൾ ക്ലെയിംസ് ആൻഡ് മണി എന്നാണ് പറയുന്നത്. ഓക്കെ, ആക്ഷനബിൾ ക്ലെയിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലെയിംസ് വിച്ച് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ഓൺലി ബൈ ടേക്കിംഗ് ആക്ഷൻ ഇൻ എ കോർട്ട് ഓഫ് ലോ. ഓക്കെ, ആൻഡ് ഗുഡ്സ് ഓൾസോ ഇൻക്ലൂഡ്സ് ഏതൊക്കെ വരും എന്നാണ് പറയുന്നത്? സ്റ്റോക്ക് ആൻഡ് ഷെയർസ്, ഗ്രോയിങ് ക്രോപ്സ്, ഗ്രാസ് ആൻഡ് അതർ തിങ്സ് അറ്റാച്ച്ഡ് ടു or forming part of land which are agreed to be എന്താ പറയുക served under the contract. Okay, so the standing trees may be sold as goods if they are to be removed within a reasonable time എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ പറയുന്ന ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഡെഫിനേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇറ്റ് ഇൻക്ലൂഡ്സ് എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. മൂവ് ചെയ്യാൻ പറ്റുന്ന ഏതിൻ്റെ ഗണത്തിൽ വരുന്നതാണ് ഗുഡ്സ് എന്നുള്ള പട്ടികയിൽ വരും. അതർ ദാൻ ആക്ഷനബിൾ ക്ലെയിംസ്. ആക്ഷനബിൾ ക്ലെയിംസ് ഒരിക്കലും ഏതിൽ വരില്ല? ഗുഡ്സ് എന്നുള്ളതിൽ വരില്ല. ഗുഡ്സ് ഓൾസോ ഇൻക്ലൂഡ്സ് ഏതൊക്കെയാണ്? സ്റ്റോക്സ് ആൻഡ് ഷെയർസ്. പിന്നെ അതേപോലെ സ്റ്റോക്ക് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഏത് സ്റ്റോക്കാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതായത് ഫുള്ളി കൺവേർട്ടഡ് ഷെയർസിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സ്റ്റോക്സ്, ഷെയർസ്, പിന്നെ ഗ്രോയിങ് ക്രോപ്സ് ആൻഡ് ഗ്രാസ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് വരാത്തതെന്ന് വെച്ചാൽ തിങ്സ് ലൈക്ക് വാട്ടർ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി, കോപ്പി റൈറ്റ് ഇതെല്ലാം വരുന്നതാണ്. വാട്ടർ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി, കോപ്പി റൈറ്റ് ആൻഡ് ട്രേഡ് മാർക്ക് ഓൾ ആർ ഗുഡ്സ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ആക്ഷനബിൾ ക്ലെയിംസ് ഒന്നും കൂടെ ക്ലിയർ ആക്കി തരാം. ആക്ഷനബിൾ ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താ? എ ക്ലെയിം വിച്ച് ക്യാൻ ബി എൻഫോഴ്സ് ത്രൂ ദ കോർട്ട് ഓഫ് ലോ.
ഓക്കെ, ഇവിടെ എക്സാമ്പിൾ പറയുന്നത് ഇതാണ്. എ ഡെറ്റ് ഡ്യൂ ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഇസ് എൻ ആക്ഷനബിൾ ക്ലെയിം. അതായത് ഒരു എങ്ങനെ മാത്രമേ നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റുന്നുള്ളൂ? എ ക്ലെയിം വിച്ച് ക്യാൻ ബി എൻഫോഴ്സ് ത്രൂ ദ കോർട്ട് ഓഫ് ലോ. ഓക്കെ, അങ്ങനെയുള്ള ക്ലെയിംസിനെയാണ് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തിട്ട് നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? അങ്ങനെയുള്ള ക്ലെയിംസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്ഷനബിൾ ക്ലെയിംസ് എന്ന് പറയുന്നത്. ആക്ഷനബിൾ ക്ലെയിംസ് ഗുഡ്സിൻ്റെ ഇതിൽ വരില്ല, അതർ ദാൻ ആക്ഷനബിൾ ക്ലെയിംസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോണത് എന്താണ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സെക്ഷൻ 4 ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഡിഫൈൻസ് എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ആസ് ഫോളോസ്. നോക്കാം എന്താ പറയുന്നത് എന്നുള്ളത്. എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ഇസ് എ കോൺട്രാക്റ്റ് whereby the seller transfers or agrees to transfer the property in goods to the buyer for a price. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തിനാണ്? റൈറ്റ് ഓഫ് ഓണർഷിപ്പ്. അതായത് സെല്ലർ എന്താ ചെയ്യുന്നത്? സെല്ലർ ഒന്നുകിൽ ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ എഗ്രീസ് ടു ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത്. അതായത് സെയിൽ നടക്കുന്ന സമയത്ത് ഉടനെ തന്നെ ചിലപ്പം നമ്മളെ എന്താ പറയുക പ്രോപ്പർട്ടി ഓണർഷിപ്പ് കൈമാറിയെന്നിരിക്കും, ചിലപ്പം എന്തായിരിക്കും ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കും കൈമാറുക ഓണർഷിപ്പ്. അപ്പം അതാണ് പറയുന്നത് വെർ ബൈ ദ സെല്ലർ ട്രാൻസ്ഫേഴ്സ് ഓർ എഗ്രീസ് ടു ട്രാൻസ്ഫർ ദ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ട്രാൻസ്ഫേഴ്സ് ഓർ എഗ്രീസ് ടു ട്രാൻസ്ഫർ ദ ഓണർഷിപ്പ് ഇൻ ഗുഡ്സ് ടു ദ ബയർ. ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? സെല്ലർ ബയറിന് ഫോർ എ പ്രൈസ്. അതായത് കൺസിഡറേഷൻ ആണ് അവിടെ. പ്രൈസ് എന്ന് പറയുന്നത് കൺസിഡറേഷൻ. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയുന്നു എന്താണ്? ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ് വെയർ ബൈ ദ സെല്ലർ ട്രാൻസ്ഫേഴ്സ് ഓർ എഗ്രീസ് ടു ട്രാൻസ്ഫർ ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ടു ദി ബയർ ഫോർ എ പ്രൈസ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഇസ് എ കോൺട്രാക്ട് ബൈ വിച്ച് ദ ഓണർഷിപ്പ് ഓഫ് മോബിൾ ഗുഡ്സ് ഇസ് ട്രാൻസ്ഫേർഡ് ഫ്രം സെല്ലർ ടു ദ ബയർ. ഇനി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഹോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീർ. നമുക്കറിയാനുള്ളത് സെയിൽ എന്താണ്, ആബ്സല്യൂട്ട് സെയിൽ എന്താണ്, കണ്ടീഷണൽ സെയിൽ എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ വേർ ദ ഓണർഷിപ്പ് ഓഫ് റൈറ്റ് ഓഫ് ഓണർഷിപ്പ് ഇൻ ദ ഗുഡ്സ് ഇസ് ട്രാൻസ്ഫേർഡ് ഫ്രം സെല്ലർ ടു ബയർ ഇറ്റ് ഈസ് കോൾഡ് എ സെയിൽ. അതായത് ഇപ്പോൾ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി ഉടനെ തന്നെ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ പോയി, ഒരു ഫർണിച്ചർ വാങ്ങാൻ പോയി, ഞാനവിടെ കാശ് കൊടുക്കുന്നു, അത് വാങ്ങുന്നു, അതൊരു സെയിലാണ്. മനസ്സിലായോ? അപ്പോൾ ദ റൈറ്റ് ഓഫ് ഓണർഷിപ്പ് ഇൻ ദ ഗുഡ്സ് ഇസ് ട്രാൻസ്ഫേർഡ് ഫ്രം സെല്ലർ ടു ദ ബയർ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സെയിൽ എന്ന് പറയാം. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സ് സെൽസ് 5 bags of cement to Y for a sum of ₹1,500. This transaction is called sale because the ownership of 5 bags it is transferred from X to Y. ഇനി കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത് ചിലപ്പം എന്താവാം? അബ്സല്യൂട്ട് ആവാം, ചിലപ്പം കണ്ടീഷണൽ ആവാം. അബ്സല്യൂട്ട് സെയിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് പാസസ് ഫ്രം സെല്ലർ ടു ദ ബയർ ഇമ്മീഡിയറ്റ്ലി. ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ, അതായത് നമ്മൾ കാശ് കൊടുക്കുന്നു, ബയർ കാശ് കൊടുക്കുന്നു, സെല്ലർ ഉടനെ തന്നെ അതിൻ്റെ ഓണർഷിപ്പ് ആർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു? ബയറിന് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് നത്തിങ് റിമൈൻസ് ടു ബി ഡൺ ബൈ ദി സെല്ലർ. അവിടെ അതോടുകൂടി കഴിഞ്ഞു. അങ്ങനെയുള്ള സെയിലിനെയാണ്, സാധാ സെയിലൊക്കെ തന്നെ, ആ സെയിലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആബ്സല്യൂട്ട് സെയിൽ എന്ന് പറയാം. ഇനി നേരെ മറിച്ച് കണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇൻ എ കണ്ടീഷണൽ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ the property in the goods do not pass to the buyer absolutely until a certain condition is fulfilled. മനസ്സിലായല്ലോ? അപ്പം കണ്ടീഷണൽ കോൺട്രാക്റ്റിൽ കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ വരുന്നത് ഓണർഷിപ്പ് ഉടനെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ആരുടെ അടുത്തുനിന്ന്? സെല്ലറുടെ അടുത്തുനിന്ന് ബയറുടെ അടുത്തേക്ക്. എപ്പോഴേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ എന്നാണ് പറയുന്നത്? എന്തെങ്കിലും കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാനുണ്ടാവും. ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുന്നുള്ളൂ? ദ ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം സെല്ലർ ടു ബയർ. മനസ്സിലായോ? ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു ഇതിൽ പറയാണ്, ഒരു എക്സാമ്പിൾ എടുക്കാം നമുക്ക്. ഇപ്പം ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ സെല്ലർ പറയുന്നു അടുത്ത മാസം 1-ാം തീയതി ഞാൻ ഈ ഗുഡ്സ് വീട്ടിലെത്തിച്ച് തരാം, പ്രൊവൈഡഡ്. ചിലപ്പം എന്തെങ്കിലും ഒരു കണ്ടീഷൻ അവിടുന്ന് ബയർ ഫുൾഫിൽ ചെയ്യാനുണ്ടാവും. അത് ചെയ്തതിന് ശേഷം മാത്രം ഞാൻ അവിടെ എത്തിച്ച് തരാം എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കണ്ടീഷണൽ സെയിൽ. ഓക്കെ, നെക്സ്റ്റ് ഇസ്
എഗ്രിമെൻറ്റ് ടു സെൽ. എന്താണ് എഗ്രിമെൻറ്റ് ടു സെൽ നോക്കാം. എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറഞ്ഞാൽ where the transfer of ownership in the goods is to take place at a future time or subject to some condition thereafter to be fulfilled, the contract is called agreement to sell. അതായത് എഗ്രിമെൻ്റ് ആണ് ഉടനെ തന്നെ വിൽപ്പന നടക്കുന്നില്ല, അതെന്ത് മാത്രമായിട്ടേ ഉള്ളൂ, ഇറ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ് ടു സെൽ. ഇവിടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എപ്പോഴായിരിക്കും എന്നാണ് പറയുന്നത്, അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. മനസ്സിലായോ? കൈമാറിയിട്ടൊക്കെ ഉണ്ടാവാം, ചിലപ്പോൾ ഗുഡ്സിൻ്റെ പൊസഷനൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാനുണ്ടാവും, ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുക. അങ്ങനെയുള്ള ഒരു എന്താ പറയുക സെയിലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് എഗ്രിമെൻറ്റ് ടു സെൽ. ഓക്കെ, അപ്പം an agreement to sell becomes sale when the time elapses or fulfilled subject to which the property in the goods is to be ട്രാൻസ്ഫേർഡ്. അതായത് എഗ്രിമെൻറ്റ് ടു സെയിൽ എന്ന് പറയുന്നത് ഒരു സെയിലാവുന്നത് എപ്പോഴാണെന്നാണ് പറയുന്നത്, പിന്നീട് അതിൻ്റെ ഓണർഷിപ്പും കൂടെ സെല്ലർ ബയർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന സമയത്തെ ഈ എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറയുന്നത് എന്താവുന്നുള്ളൂ, ഒരു സെയിലായി തീരുന്നുള്ളൂ. ഓക്കെ, ഇറ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ് വിച്ച് ഗീവ്സ് ബർത്ത് ടു എ സെയിൽ എന്നാണ് പറയുന്നത്. നമ്മൾ നോക്കാൻ പോണത് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്നുള്ളതാണ്. ഓക്കെ, നോക്കാം എന്തൊക്കെയാണ് എസെൻഷ്യൽസ് ഓഫ് എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. അപ്പം എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, എസെൻഷ്യൽ എലമെൻറ്റ്സ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ സെയിൽ എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ എ കോൺട്രാക്റ്റ്. അതായത് ഓൾ ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്റ്റ് മസ്റ്റ് ബി പ്രസൻറ്റ് ഇൻ ടു എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. അതായത് നമ്മൾ കോൺട്രാക്റ്റിന് എന്തൊക്കെ എസെൻഷ്യൽ എലമെൻറ്റ്സ് പഠിച്ചിട്ടുണ്ടോ, എന്തൊക്കെയായിരുന്നു നമ്മൾ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്, എഗ്രിമെൻറ്റ്, കൺസെൻസസ് ആഡിഡം, കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, കൺസിഡറേഷൻ, അങ്ങനെയൊക്കെ കുറേ എണ്ണം പഠിച്ചിട്ടുണ്ടല്ലോ ഫസ്റ്റ് ചാപ്റ്ററിൽ. അങ്ങനെയുള്ള ഈ ഒരു എന്താ പറയുക, ഓൾ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്ട് മസ്റ്റ് ബി പ്രസൻറ്റ് ഇൻ എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഓൾസോ. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ആവണമെങ്കിൽ ഒരു കോൺട്രാക്റ്റിൻ്റെ എന്തൊക്കെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഉണ്ടോ അതെല്ലാം പ്രസൻറ്റ് ആവണം. ദെൻ സെക്കൻഡ് വൺ, എക്സിസ്റ്റൻസ് ഓഫ് ടു പാർട്ടീസ്. ദർ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് ടു പാർട്ടീസ് എന്നാണ് പറയുന്നത്. ആരൊക്കെയാണ്? ബയർ ആൻഡ് സെല്ലർ. അപ്പോൾ ദ സെയിൽ റിക്വയേഴ്സ് ദ എക്സിസ്റ്റൻസ് ഓഫ് ടു പാർട്ടീസ്, അതായത് സെല്ലർ ആൻഡ് ബയർ. സെല്ലർ എന്ന് പറയുന്നത് ആളെ ആരെയാണ് പറയുന്നത്? ദ പേഴ്സൺ ഹു സെൽസ് ഓർ എഗ്രീസ് ടു സെൽ ഗുഡ്സ്. ബയർ എന്ന് പറയുന്നത് ആരെയാ? ദ പേഴ്സൺ ഹു ബൈസ് ഓർ എഗ്രീസ് ടു ബൈ ദ ഗുഡ്സ്. അപ്പോൾ ബോത്ത് ദ സെല്ലർ ആൻഡ് ബയർ മസ്റ്റ് ബി കോമ്പിറ്റൻറ്റ് ടു എൻറ്റർ ഇൻ ടു കോൺട്രാക്ട്. അതായത് കോമ്പിറ്റൻസി വഴി നോക്കുന്നുണ്ട്. ബയറും സെല്ലറും എങ്ങനെയുള്ള ആളുകളായിരിക്കണം? ദേ ഹാവ് ദ കപ്പാസിറ്റി ടു എൻറ്റർ ഇൻ ടു കോൺട്രാക്ട്. It is necessary that the same person cannot be both a seller and buyer. ഒരാൾ തന്നെ ആവാൻ പറ്റില്ല, രണ്ടും വ്യത്യസ്തം. അതായത് ഒരു ബയറും ഒരു സെല്ലറും വേണം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ദെൻ നെക്സ്റ്റ് ഇസ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. അതായത് ട്രാൻസ്ഫർ അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് ടു ട്രാൻസ്ഫർ ദ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ്. അവിടെ എന്തിനുള്ള ഒരു എഗ്രിമെൻറ്റാണ് ഉണ്ടാവേണ്ടത്? ദ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഫ്രം സെല്ലർ ടു ബയർ. അതാണ് ദിറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ഓഫ് എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. അപ്പം അതായത് ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, ഇറ്റ് ഇസ് ദ എലമെൻറ്റ് വിച്ച് ഡിസ്റ്റിങ്വിഷസ് എ സെയിൽ ഫ്രം സെവറൽ അതർ ക്ലാസ്സസ് ഓഫ് കോൺട്രാക്ട് ലൈക്ക് ബെയിൽമെൻറ്റ്. ബെയിൽമെൻറ്റിലൊക്കെ എന്താ ചെയ്യുന്നത്? ബെയിലർ ബെയിലിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നു ഫോർ സം പേർപ്പസ്, ആൻഡ് വെൻ ദാറ്റ് പേർപ്പസ് ഇസ് അക്കംപ്ലിഷ്ഡ് ബെയിലി റിട്ടേൺ ബാക്ക് ദ ഗുഡ്സ്. അതാണ് ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ സെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്നാണ് പറയുന്നത്? ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഫ്രം സെല്ലർ ടു ബയർ. ഹെൻസ് ഇൻ എ സെയിൽ ദ ഓണർഷിപ്പ് മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ഫ്രം സെല്ലർ ടു ബയർ എന്നാണ് പറയുന്നത്. അപ്പോൾ പാസിംഗ് ഓഫ് ടൈറ്റിൽ ഇൻ ഗുഡ്സ് ഇസ് എൻ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഓഫ് സെയിൽ. പക്ഷേ ഫിസിക്കൽ ഡെലിവറി ഓഫ് ഗുഡ്സ് ഇസ് നോട്ട് എസെൻഷ്യൽ എന്നാണ് പറയുന്നത്. അതായത് പ്രോപ്പർട്ടി നിർബന്ധമായിട്ടും പാസ് ചെയ്യണം. പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഓണർഷിപ്പ്. പക്ഷേ ഫിസിക്കൽ ഡെലിവറി ഇല്ലെങ്കിലും അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാണ് പറയുന്നത്. ഫിസിക്കൽ ഡെലിവറി എന്ന് പറയുന്നത്
നേരിട്ട് കൊടുക്കണം എന്നില്ല. ഇപ്പം ഇപ്പോൾ ഒരു ലാൻഡ് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഡോക്യുമെൻറ്റ്സ് അല്ല നമ്മൾ ശരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഫിസിക്കൽ ഡെലിവറി ഇസ് നോട്ട് ആൻ എസെൻഷ്യൽ എലമെൻറ്റ് ഇൻ എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. പിന്നെ പറയുന്നത് സബ്ജക്റ്റ് മാറ്റർ ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്. അതായത് സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്ട് മസ്റ്റ് ബി എന്താണ് നെസസറിലി ദ ഗുഡ്സ് എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ്. അപ്പോൾ സെയിൽ ഓഫ് ഇമ്മോബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് കവേർഡ് അണ്ടർ ദിസ് ആക്ട്. അപ്പോൾ മോബിൾ പ്രോപ്പർട്ടിയാണ്, അത് മാത്രമാണ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് മണി ആൻഡ് അതർ ആക്ഷനബിൾ ക്ലെയിംസ്. സെല്ലർ മസ്റ്റ് ബി ദ ഓണർ ഓഫ് ദ ഗുഡ്സ്. ഗുഡ്സ് ക്യാൻ ബി എനി കൈൻഡ് എക്സെപ്റ്റ് ഇമ്മോബിൾ പ്രോപ്പർട്ടീസ്. ദെൻ കംസ് അതായത് കോൺട്രാക്റ്റ് ഓഫ് സെയിലിലുള്ള കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്, പ്രൈസാണ്. ദ കൺസിഡറേഷൻ ഫോർ സെയിൽ ഓഫ് ഗുഡ്സ് മസ്റ്റ് ബി മണി. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈസ്. അപ്പോൾ ദ പ്രൈസിൻ്റെ ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. മണി കൺസിഡറേഷൻ ഫോർ എ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. ദ പ്രസൻസ് ഓഫ് മണി കൺസിഡറേഷൻ എന്ന് പറയുന്നതാണ് എന്ത്, വൺ ഓഫ് ദി എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് എ ട്രാൻസാക്ഷൻ ഓഫ് സെയിൽ. അതായത് സെല്ലർ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ബയർ എന്ത് കൊടുത്തോളുക, കൺസിഡറേഷനായ പ്രൈസ് കൊടുക്കണം. അപ്പോൾ ഇഫ് ഗുഡ്സ് ആർ എക്സ്ചേഞ്ച് ഫോർ ഗുഡ്സ് ദ ട്രാൻസാക്ഷൻ ഇസ് നോട്ട് എ സെയിൽ ബട്ട് ഇറ്റ് വുഡ് ഓൺലി ബി എൻ എക്സ്ചേഞ്ച്, അല്ലെങ്കിൽ ബാർട്ടർ എന്നാണ് പറയുക. പണ്ടത്തെ സമ്പ്രദായം അറിയില്ല നിങ്ങൾക്ക്. അപ്പോൾ അതൊരു സെയിലായിട്ട് കണക്കാക്കില്ല. നിങ്ങളിപ്പോൾ ഒരു ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യണം, ഒരാളിപ്പോൾ അരി കൊടുത്ത് അതിന് പകരമായിട്ട് വീറ്റ് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ സെയിൽ. സെയിലാവണമെങ്കിൽ അവിടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കണം, പ്രൈസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. ഇനി നമ്മൾ നോക്കാൻ പോണത് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽ ആൻഡ് എഗ്രിമെൻറ്റ് ടു സെൽ എന്നുള്ളതാണ്. അപ്പോൾ സെയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ്, സെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ കോൺട്രാക്ട് വെയർ ദ ഓണർഷിപ്പ് ഇൻ ദ ഗുഡ്സ് ഇസ് ട്രാൻസ്ഫേർഡ് ബൈ ദി സെല്ലർ ടു ദി ബയർ ഇമ്മീഡിയറ്റ്ലി അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് ദി കോൺട്രാക്ട്. അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് ഓഫ് പ്രൈസ് ഇസ് ഇമ്മെറ്റീരിയൽ ടു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം എ സെൽസ് ഇസ് യമഹ മോട്ടോർ ബൈസിക്കിൾ ടു ബി ഫോർ ₹10,000. It is a sale since the ownership of motorcycle has been transferred from A to B എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഇസ് എ കോൺട്രാക്ട് ഓഫ് സെയിൽ വെയർ ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ഇസ് ടു ടേക്ക് പ്ലേസ് ഇൻ എ ഫ്യൂച്ചർ ഡേറ്റ് ഓർ സബ്ജെക്റ്റ് ടു സം കണ്ടീഷൻ ദെയർ ആഫ്റ്റർ ടു ബി ഫുൾഫിൽഡ്. ഇവിടെ പറഞ്ഞല്ലോ നേരത്തെ, ഇവിടെ എങ്ങനെയാണ് എഗ്രിമെൻറ്റ് ടു സെല്ല് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് പറയുന്നത്, ഫ്യൂച്ചർ ഡേറ്റിലേക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാനുണ്ടെങ്കിൽ ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എ agreed to buy from B a certain quantity of nitrate of soda. The ship carrying the nitrate was yet to arrive. അപ്പം കോൺട്രാക്റ്റ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, എഗ്രിമെൻറ്റ് വന്നിട്ടുണ്ട്, എന്താണ് സോഡേൻ്റെ കൊടുക്കാന്നുള്ള. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, എപ്പോഴേ നൈട്രേറ്റ് ഓഫ് സോഡ സപ്ലൈ ചെയ്യുന്നുള്ളൂ, ഷിപ്പ് വരണം. ദിസ് ഈസ് എൻ എഗ്രിമെൻറ്റ് ടു സെൽ. ഓക്കെ, നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എഗ്രിമെൻറ്റ് ടു സെയിൽ ആൻഡ് എഗ്രിമെൻറ്റ് ടു സെൽ നോക്കാം. ഫസ്റ്റ് വൺ, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയാണ് പറയുന്നത്. അതായത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓണർഷിപ്പ്. സെയിലിൽ എങ്ങനെയാണ്, സെയിൽ ഹാസ് ദ ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ഓഫ് ട്രാൻസ്ഫറിങ് പ്രോപ്പർട്ടി. അതായത് ഓണർഷിപ്പ് പാസസ് ടു ദി ബയർ എന്നാണ് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി. നേരെ മറിച്ച് എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പ്രോപ്പർട്ടി ഇസ് ടു പാസ് അറ്റ് സം ഫ്യൂച്ചർ ടൈം ഓർ സബ്ജക്റ്റ് ടു ഫുൾഫിൽമെൻറ്റ് ഓഫ് സം കണ്ടീഷൻ. അതായത് ഓണർഷിപ്പ് റിമൈൻസ് വിത്ത് എ സെല്ലർ. ഇമ്മീഡിയറ്റ് ആയിട്ട് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ആരുടെ അടുത്ത് തന്നെയാണ് ഉണ്ടാവുക, സെല്ലറുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിന് ശേഷം മാത്രമേ ഉള്ളൂ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫർ ചെയ്യില്ല. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഡിഫറൻസ്. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് റിസ്ക് ആണ് പറയുന്നത്. സെയിൽ റിസ്ക് പ്രൈമ ഫാസി പാസസ് ടു ബയർ. അതായത് കച്ചവടം നടന്ന ഉടനെ തന്നെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യല്ലോ ഫ്രം സെല്ലർ ടു ബയർ. അതിൻ്റെ കൂടെ തന്നെ എന്തും പോവും, എല്ലാ റിസ്ക്കും ആരുടെ അടുത്തേക്ക് ട്രാൻസ്ഫർ ആവും, ബയർക്ക്. ഓക്കെ,
In agreement to sell, the seller remains the owner and hence runs all risk. അപ്പം എഗ്രിമെൻറ്റ് ടു സെല്ലിൽ ഇതുവരെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യില്ല, പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യാത്തത് കൊണ്ട് റിസ്ക് എല്ലാം ആര് വഹിച്ചോളണം? ഓൾ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് സെയിൽ, അല്ലെങ്കിൽ ഗുഡ്സിന് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ആരുടെ തലയിലാണ് ഉണ്ടാവുക? സെല്ലർക്ക് തന്നെയായിരിക്കും, കാരണം ഇതുവരെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആയിട്ടില്ലല്ലോ. ഓക്കെ, ദെൻ ബ്രീച്ച് ബൈ ദി ബയർ. ബയർ എന്തെങ്കിലും വീഴ്ച വരുത്തി വിചാരിച്ചോളൂ, അന്നേരം ഉള്ളതാണ് പറയുന്നത്. ഇഫ് എ ബയർ കമ്മിറ്റ്സ് ഡീഫോൾട്ട്, സെല്ലർ മേ സ്യൂ ഹിം ഫോർ ദ പ്രൈസ്. ബയർ ഇപ്പോൾ പൈസ കൊടുക്കാണ്ടിരിക്കുകയോ എന്തെങ്കിലും അയാളുടെ ഭാഗത്ത് നിന്നൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ സെല്ലർക്ക് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്? പ്രൈസിന് വേണ്ടി കേസ് കൊടുക്കാം. ഓക്കെ, സെല്ലേഴ്സ് ഓൺലി റെമഡി is to sue for damages for breach in case of agreement to sell and not for the price. സെയിലിൻ്റെ കേസിലാണെങ്കിൽ അങ്ങനെ കേസ് കൊടുക്കുക പറഞ്ഞ്, നേരെ മറിച്ച് എഗ്രിമെൻറ്റ് ടു സെല്ലാണെങ്കിൽ സെല്ലർക്ക് അങ്ങനെ കേസ് കൊടുക്കാനൊന്നും പറ്റില്ല. എന്തിന് മാത്രമേ പറയാം? ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡാമേജസ് ക്ലെയിം ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇനി പറയുന്നത് അടുത്തത് വന്നിട്ടുള്ളത് നേച്ചർ ഓഫ് കോൺട്രാക്റ്റ് ആണ്. എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എൻ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്. നേരെ മറിച്ച് സെയിൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എൻ എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്. ഇനി അടുത്ത് പറയുന്നത് ബ്രീച്ച് ബൈ സെല്ലർ. സെല്ലർ എന്തെങ്കിലും ഒരു വീഴ്ച വരുത്തിയാൽ ബയർക്കുള്ള റെമഡി നോക്കാം രണ്ട് കേസിലും. അപ്പോൾ സെയിൽ മേക്സ് ദ ബയർ ദ ഓണർ ഓഫ് ഗുഡ്സ്. ഇഫ് ദ സെല്ലർ റെഫ്യൂസസ് ടു ഡെലിവർ ദ ഗുഡ്സ്, ബയർ മേ സ്യൂ ഹിം ഫോർ ഡെലിവറി. അപ്പം ഇപ്പം ബയർ കാശൊക്കെ കൊടുത്തിട്ടും സെല്ലർ ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നില്ല, ഉടനെ തന്നെ ഡെലിവർ ചെയ്യണം എന്നാണല്ലോ. അപ്പം ഓണർഷിപ്പ് ഒന്നും പാസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബയറിൻ്റെ റെമഡി എന്ന് പറയുന്നത് എന്താണ്? ബയർ മേ സ്യൂ ഫോർ ഡെലിവറി ഓഫ് ഗുഡ്സ്. ഇനി എഗ്രിമെൻറ്റ് ടു സെല്ലിൽ വരുന്നത് എന്താ? ബയർ ക്യാൻ ഓൺലി സ്യൂ ഫോർ ഡാമേജസ് ഫോർ ബ്രീച്ച് ആൻഡ് നോട്ട് ഫോർ റിക്കവറി ഓഫ് ഗുഡ്സ്. എഗ്രിമെൻറ്റ് ടു സെല്ലാണെങ്കിൽ അവിടെ ബയർ ഓണറായിട്ടില്ലല്ലോ, അപ്പോൾ അയാൾക്ക് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിന് എന്താക്കാനേ പറ്റുള്ളൂ? അതിനെതിരെ ഡാമേജസ് ക്ലെയിം ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലേ പറ്റുള്ളൂ, അല്ലാണ്ട് ഗുഡ്സ് റിക്കവർ ചെയ്യണമെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇവൻ ഗുഡ്സ് ആർ ഡിസ്ട്രോയിഡ്, ഗുഡ്സ് എല്ലാം എന്താ പറയുക ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ, സെയിലിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഫ് ഗുഡ്സ് ആർ ഡിസ്ട്രോയിഡ് ബൈ ആക്സിഡൻറ്റ്, ബയർ ഹാസ് ടു ബെയർ ദ ലോസ്. കാരണം എന്താണെന്ന് വെച്ചാൽ സെയിലിൻ്റെ കേസിൽ ആരാണ് ഓണർ എന്ന് പറയുന്നത്? ഓണർഷിപ്പ് ഇമ്മീഡിയറ്റ്ലി പാസസ് ടു ബയർ. അപ്പോൾ ബയറാണ് ഓണർ. അപ്പം അയാളുടെ കയ്യിൽ ഗുഡ്സ് എത്തിയിട്ടില്ലെങ്കിൽ കൂടി എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഗുഡ്സ് നശിച്ചു പോവോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് വഹിക്കേണ്ടത് ലോസ് എന്നാണ് പറയുന്നത്? ദ ബയർ ഹാസ് ടു ബെയർ ദ ലോസ്. നേരെ മറിച്ച് എഗ്രിമെൻറ്റ് ടു സെല്ലിലാണെങ്കിൽ ആര് തന്നെ ഓണർ എന്ന് പറയുന്നത്? ഇപ്പോഴും സെല്ലർ തന്നെയായിരിക്കും. സോ സെല്ലർ ഹാസ് ടു ബെയർ ദ ലോസ് ഈവൻ ഇഫ് ഗുഡ്സ് ആർ ഇൻ ദ പൊസഷൻ ഓഫ് ദ ബയർ. ബയർ അടുത്ത് നിങ്ങൾ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഓണർഷിപ്പ് കൊടുത്തിട്ടില്ല. അപ്പോൾ എഗ്രിമെൻറ്റ് ടു സെല്ലിൽ എപ്പോഴും ഇപ്പോൾ ഗുഡ്സ് നശിച്ചു പോയാലും അതിൻ്റെ ധാരണ്യം വഹിക്കേണ്ടതെന്ന് പറയുന്നത് ദ ബയർ ഹാസ് ടു ബെയർ. ഇനി പറയുന്നത് ഇൻസോൾവൻസി ഓഫ് ദി ബയർ. അതായത് ബയർ എന്തായി? ഇൻസോൾവൻ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? സെയിലിൻ്റെ കേസിലാണെങ്കിൽ ഇഫ് ദി ബയർ ബിക്കംസ് ഇൻസോൾവെൻറ്റ് ആൻഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഹിം ദ സെല്ലർ മസ്റ്റ് ഡെലിവർ ഗുഡ്സ് ടു ദി ഒഫീഷ്യൽ റിസീവർ ആൻഡ് ക്ലെയിം ഓൺലി റേറ്റബിൾ ഡിവിഡൻഡ് ഫോർ ദ പ്രൈസ് ഡ്യൂ. ഇപ്പം ബയറാണ് ഇൻസോൾവെൻ്റ് ആവുന്നതെങ്കിൽ സെല്ലർക്ക് എന്ത് ചെയ്യാം? സെയിലാണെങ്കിൽ സെയിലിൻ്റെ കേസിൽ ബയർ ഒഫീഷ്യൽ റിസീവർ ഉണ്ടാവും, ആ റിസീവറിന് ഗുഡ്സ് കൊടുക്കാം, എന്നിട്ടൊരു റേറ്റബിൾ പ്രൈസ് ചാർജ് ചെയ്യാം. ഓക്കെ, ഇനി എഗ്രിമെൻറ്റ് ടു സെല്ലാണെങ്കിൽ ഇൻ ആൻ എഗ്രിമെൻറ്റ് ടു സെൽ ഇഫ് ദ ബയർ ബിക്കംസ് ബാങ്ക്രപ്റ്റ് ഓർ ഇൻസോൾവെൻറ്റ് ബിഫോർ പേയ്മെൻറ്റ് ഓഫ് പ്രൈസ്, സെല്ലർ ക്യാൻ റിഫ്യൂസ് ടു ഡെലിവർ ദ ഗുഡ്സ് അൺലെസ് പെയ്ഡ് ഫോർ. എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് എന്താ പറയുക ഫ്യൂച്ചർ ഡേറ്റിൽ ഡെലിവർ ചെയ്യുക, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു എഗ്രിമെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അവിടെ എന്ത് ചെയ്യാം? ഇപ്പം ബയർ ബാങ്ക്രപ്റ്റാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലർക്ക് എന്ത് ചെയ്യാം? ഗുഡ്സ് ഡെലിവർ ചെയ്യാതിരിക്കാം. പൈസ തരാത്തതാണെങ്കിൽ, പൈസ തന്നതാണെങ്കിൽ കൊടുക്കാം, അപ്പോൾ പൈസ കിട്ടൂല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്താക്കാം? ഇത് എന്താക്കാം എന്നാണ് പറയുന്നത്? ഹി ക്യാൻ റിഫ്യൂസ് ടു ഡെലിവർ ദ ഗുഡ്സ്. ഇനി
സെല്ലർ ഇൻസോൾവൻ്റ് ആവുക. ഇൻസോൾവൻസി ഓഫ് ദി സെല്ലറിൽ എന്താ സംഭവിക്കുക നോക്കാം. സെയിലിൻ്റെ കേസിലാണെങ്കിൽ ഇഫ് ദ ബയർ ബിക്കംസ് ഇൻസോൾവൻറ്റ് ബയർ ക്യാൻ റിക്കവർ ദ ഗുഡ്സ് ഫ്രം ഒഫീഷ്യൽ റിസീവർ. സെയിലാണെങ്കിൽ അവിടെ എല്ലാം നടന്നു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതായത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സെല്ലർ ഇൻസോൾവൻ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ ബയർക്ക് എന്ത് ചെയ്യാം, സെല്ലറിൻ്റെ ഒഫീഷ്യൽ റിസീവർ ഉണ്ടാവുമല്ലോ, അയാളുടെ അടുത്ത് നിന്ന് സാധനങ്ങൾ കൈപ്പറ്റാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് എഗ്രിമെൻറ്റ് ടു സെൽ, ഇഫ് ദി സെല്ലർ ബിക്കംസ് ഇൻസോൾവൻറ്റ് ബയർ ഹു ഹാസ് പെയ്ഡ് ദ പ്രൈസ് ക്യാൻ ക്ലെയിം റേറ്റബിൾ ഡിവിഡൻറ്റ്. നേരെ മറിച്ചിട്ട് എഗ്രിമെൻറ്റ് ടു സെല്ലാണെങ്കിൽ അവിടുന്ന് എന്ത് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ബയർ ഇൻസോൾവൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഫുൾ ഗുഡ്സ് എന്താ പറയുക ക്ലെയിം ചെയ്യാനൊന്നും പറ്റില്ല. ബയർ പൈസ കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ ഹീ ക്യാൻ ക്ലെയിം റേറ്റബിൾ ഡിവിഡൻറ്റ് എന്നാണ് പറയും. Then general and particular agency, an agreement to sell creates a right in personam while a sale creates a right in rem. എന്താ റൈറ്റ് ഇൻ പേഴ്സണം, റൈറ്റ് ഇൻ റം എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ദെൻ റൈറ്റ് ഓഫ് റീസെയിൽ, അതായത് സെല്ലർ എന്താ പറയുക, ഇൻ ആൻ അഗ്രിമെൻറ്റ് ടു സെൽ ദ ഓണർഷിപ്പ് ഇൻ ദ ഗുഡ്സ് റിമൈൻസ് വിത്ത് എ സെല്ലർ. ഇൻ എ സെയിൽ ദ ഓണർഷിപ്പ് റിമൈൻസ് വിത്ത് എന്താ പറയുക ബയർ. റീസെയിൽ നടത്താനുള്ള റൈറ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ.